കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന് കുറച്ച് ഗ്യാരണ്ടികൾ പറഞ്ഞാണ് UDFന്റെ പ്രകടന പത്രിക ഇറങ്ങിയത്. ഇതിൽ കേന്ദ്രത്തിൽ നിന്നും രാഹുൽ ഗാന്ധി നേരിട്ട് കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചതിൽ ഏറ്റവും നിർണായകവും അവരുടെ ഫ്ലാഗ്ഷിപ്പായുള്ള ഒരു പദ്ധതിയായിരുന്നു പ്രിയദർശിനി പദ്ധതി. കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സംവിധാനം. അതിൽ പ്രായമൊരു മാനദണ്ഡമല്ല, അവരുടെ സാമ്പത്തികം ഒരു മാനദണ്ഡമല്ല, അങ്ങനെ ഒരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര. ഈ പദ്ധതി തുടക്കം മുതൽ എതിർത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായി ഒരു സൗജന്യ യാത്ര നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ മാത്രമായി തരം തിരിച്ച് അവർക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കി അവരെ ഈ സമൂഹത്തിന്റെ ഭാഗമേ അല്ലാതാക്കി ഇന്നലെ വരെ പണം നൽകി ടിക്കറ്റ് എടുക്കാൻ കഴിവുണ്ടായിരുന്ന സ്ത്രീകളെ ഇന്നു മുതൽ സൗജന്യം മേടിക്കുന്ന ആൾക്കാരാക്കി മാറ്റുന്ന സർക്കാരിന്റെ പദ്ധതിയെയും മാത്രമല്ല അത് സംസ്ഥാനത്തിന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വലിയൊരു കടക്കിണിയെയും സാമ്പത്തിക ബാധ്യതയെയും അത് ദൂരവ്യാപകമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് സംസ്ഥാനത്തെ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയെക്കുറിച്ച് അതിൻ്റെ രീതികളെക്കുറിച്ച് ഏറ്റവും മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. കേവലം ഒരു നാക്കുപിഴയായൊന്നും അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. പാലക്കാട് വെച്ച് നടന്ന ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സമ്മേളനത്തിൽ മന്ത്രി സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തുകയായിരുന്നു. പൈസ ഇല്ലാത്തതുകൊണ്ട് സ്ത്രീകൾ KSRTCയിൽ തള്ളിക്കയറുകയാണെന്നും എന്നാൽ ഇതേ സ്ത്രീകൾ കുട്ടികളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതേ സ്ത്രീകൾ തന്നെ അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം അച്ഛനും മക്കളും ഒക്കെയായി സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. അതായത് സ്ത്രീകളിലൊക്കെ തന്നെയും സൗജന്യ യാത്ര എടുക്കുന്നുണ്ട് എന്ന് പറയുകയും ഈ പ്രസംഗത്തിനൊടുക്കം അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകളൊക്കെ ഈ ബസ്സിലേക്ക് തള്ളിക്കയറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് നിങ്ങളോടുള്ള ദേഷ്യമോ ഞങ്ങളോടുള്ള സ്നേഹമോ അല്ല, മറിച്ച് അവരുടെ പണമില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ്. ഇപ്പോൾ കുറച്ചു മുൻപ് അദ്ദേഹം നടത്തിയ ഭീകരമായ പ്രസ്താവനയെ ന്യായീകരിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നും താൻ പറഞ്ഞ വാചകങ്ങളെ വളച്ചൊടിക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. അതായത് ഭരണവർഗത്തിൻ്റെ ഉള്ളിലിരിപ്പും ജനങ്ങളുടെ തികഞ്ഞ അനാദരവും അഹങ്കാരവും ഒക്കെ പുറത്തു കൊണ്ടുവന്നൊരു പ്രസ്താവനയെ മന്ത്രി സുഖമായിരുന്ന് ന്യായീകരിക്കുകയാണ്. പാലക്കാട് വെച്ച് നടന്ന ഈ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കവേ ഇതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്യുന്ന KSRTC ബസ്സുകളിൽ സ്ത്രീകൾ തിക്കും തിരക്കും കൂട്ടി തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ വലിയ തുക ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുകയാണെന്നാണ് മന്ത്രി പറയുന്നത്. നോക്കൂ, CP ജോൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ആരും പോയി നിങ്ങളുടെ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ UDF സർക്കാരിനോടാണ് ആരും വന്ന് വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടില്ല ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കി തരണമേ എന്ന് പറഞ്ഞു. നിങ്ങളാണ് വോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഇതാണ് ഏറ്റവും മികച്ച സാമൂഹിക പുതിയ ക്രമീകരണം എന്ന രീതിയിലുമൊക്കെ ഈ പദ്ധതിയെ അവതരിപ്പിച്ചത്. അസുഖം വന്നാൽ സർക്കാരിന്റെ ആശുപത്രി വരാന്തകളിൽ കിടന്നുറങ്ങുന്ന രീതിയാണ് മലയാളി സമൂഹത്തിനെന്നും അദ്ദേഹം പരിഹസിക്കുകയാണ്. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും ജോലി സ്ഥലങ്ങളിലേക്ക് തടസ്സമില്ലാതെ എത്തിച്ചേരാനും എന്ന പേരിലൊക്കെ സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയെ തന്നെയാണ് സ്വന്തം മന്ത്രി പ്രസ്താവനയോട് അപമാനിക്കുന്നത്. അതായത് ഞങ്ങൾ തരുന്നു, വേണമെങ്കിൽ നിങ്ങൾ നക്കിയിട്ട് പോയിക്കോ എന്ന രീതിയിൽ പറയുന്നത് പോലെ പണ്ട് M.M. മണി പറഞ്ഞൊരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്, പെൻഷനൊക്കെ മേടിച്ച് നക്കിയിട്ട് വോട്ട് ചെയ്തില്ല എന്ന്. അതുപോലെ അത് സ്ത്രീകളൊക്കെ അങ്ങ് തള്ളിക്കയറുകയാണെന്ന്. നിങ്ങൾ ഈ സ്ത്രീകൾ തള്ളിക്കയറാൻ വേണ്ടിയാണല്ലോ സൗജന്യ യാത്രാ സംവിധാനം ഉണ്ടാക്കിയത്. എന്നിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് പിന്നിലെ ഔചിത്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പരാമർശത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയവും തന്ത്രവും ഒന്നുമൊക്കെ ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ഇവിടെ വരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം ഈ പറയുന്ന പ്രിയദർശിനി പദ്ധതിയോ സൗജന്യങ്ങളോ കേരളത്തിലെ സ്ത്രീകൾ ഏതെങ്കിലും സർക്കാരിനോട് യാചിച്ച് വാങ്ങിയതാണോ എന്നതാണ്. ഒരു ഘട്ടത്തിലും തങ്ങൾക്ക് സൗജന്യയാത്ര വേണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടില്ല. അവർ ആവശ്യപ്പെട്ടത് തുല്യനീതിയും സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങളും തൊഴിലവസരങ്ങളുമാണ്. സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുന്ന, കുടുംബം പൊട്ടുന്ന, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലായി നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് സർക്കാർ പദ്ധതിയുടെ പേരിൽ മന്ത്രി KSRTC ബസ്സുകളിൽ തള്ളിക്കയറുന്നവരെന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വോട്ട് തട്ടാൻ സൗജന്യങ്ങളുടെ ചാക്കുകൾ അഴിച്ചുവിടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് അധികാരത്തിലേറുമ്പോൾ അതേ ജനങ്ങളെ ഭിക്ഷക്കാരായി ചിത്രീകരിക്കുന്ന വൈരുദ്ധ്യമാണ് CP ജോണിന്റെ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഒരു വലിയ ഔദാര്യമായി അവതരിപ്പിക്കുകയും അത് ഉപയോഗപ്പെടുത്തുന്ന പാവപ്പെട്ട സ്ത്രീകളെ പൊതുസമൂഹത്തിൽ അപമാനിക്കുകയും ചെയ്യുന്നത് തികച്ചും രാഷ്ട്രീയ അസംബന്ധമാണ്. സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യമല്ല, മറിച്ച് രാജ്യത്തെ പൗരന്മാരുടെ നികുതി പണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആനുകൂല്യമാണ്. പാവപ്പെട്ടവൻ വാങ്ങുന്ന അരിയേക്കാളും സാധനങ്ങൾക്കും ചുമത്തുന്ന നികുതിപ്പണം കൊണ്ടാണ് ഈ ബസ്സുകളും KSRTCയും ഒക്കെ ഓടുന്നത്. സർക്കാരിന്റെ ട്രഷറിയിലെ പണം മന്ത്രിമാരുടെ സ്വന്തം വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല എന്ന പ്രാഥമിക സത്യം വിസ്മരിച്ചുകൊണ്ടാണ് ജനങ്ങളെ അധിക്ഷേപിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിനും നിങ്ങൾ യാത്ര ചെയ്യുന്നതിനും നിങ്ങളുടെ എല്ലാ ചെലവുകളുമൊക്കെ ജനങ്ങളുടെ ഈ നികുതി പണത്തിൽ നിന്നാണ് എടുക്കുന്നതെന്നും മന്ത്രിമാർ മറന്നുപോയത്. അസുഖം വന്നാൽ സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് രോഗികളെ കളിയാക്കിയ മന്ത്രി നമ്മളതൊക്കെ സൗജന്യം മേടിച്ചങ്ങ് ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണെന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്.
എന്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട സ്വകാര്യ ചികിത്സ സൗജന്യമായി ലഭിക്കുന്നില്ല എന്നതിനെക്കുറിച്ചോ, ആരോഗ്യമേഖലയിൽ വൻതോതിൽ സർക്കാർ പണം മുടക്കിയിട്ടും ജനങ്ങൾക്ക് വരാന്തയിൽ കിടക്കേണ്ടി വരുന്നതിനെക്കുറിച്ചോ ആത്മപരിശോധന നടത്തുന്നില്ല. വൻ തുക കൊടുത്ത് സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നു എന്ന മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സർക്കാർ വിദ്യാലയങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കയാണ് കാണിക്കുന്നത്. ഇതൊക്കെ തിരുത്തുന്നതിന് പകരം ജനങ്ങളെ കുറ്റക്കാരാക്കി മാറ്റി നിർത്തി കൈ കഴുകാനാണ് ശ്രമിക്കുന്നത്. ശരിയാണ്, കേരളത്തിൽ വലിയൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ പ്രൈവറ്റ് സ്കൂളുകളെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്, അക്കാര്യത്തിലൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വിമർശനം പറയാം, പക്ഷെ അതിന് ഈ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്. എന്തായാലും സ്ത്രീകളുടെ ഉന്നമനവും അവർക്ക് ബസ് ടിക്കറ്റ് എടുത്ത് പോകുന്നൊരു പണം അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ, അത് വലിയൊരു കുടുംബത്തിലേക്ക് തന്നെ വരുമല്ലോ, അപ്പോൾ അത് വലിയൊരു സേവിങ്സ് ആയി മാറുമല്ലോ, ആ രീതിയിലുള്ള കുടുംബമാണല്ലോ മെച്ചപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച ഒരു പദ്ധതിയെക്കുറിച്ചാണ് അതിൻ്റെ മന്ത്രി തന്നെ ഇരുന്നു കൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത്. സൗജന്യ യാത്രാ പദ്ധതികൾ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാകരുത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗതാഗത മന്ത്രിക്കെതിരെ സ്വന്തം മുന്നണിക്കുള്ളിൽ പോലും ഒറ്റപ്പെടൽ ശക്തമായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം വിയോജിപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകളുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ വോട്ടുകൾ വാങ്ങി അധികാരത്തിലിരുന്ന ശേഷം അതേ പാവങ്ങളെ അധിക്ഷേപിക്കാൻ തികച്ചും അനുചിതമാണ്. ഭരിക്കുന്നവർ പ്രഭുക്കന്മാരും ജനങ്ങൾ അവരുടെ ദാസന്മാരുമാണെന്ന പഴയ ഫ്യൂഡൽ മനോഭാവമാണ് മന്ത്രിയുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് പറയേണ്ടി വരും. പ്രിയദർശിനി പദ്ധതി ഉൾപ്പെടെയുള്ള സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ വഴി സർക്കാർ സൃഷ്ടിച്ചെടുക്കുന്നത് കേവലം വോട്ട് ബാങ്കുകൾ മാത്രമാണെന്നും അവർക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ യഥാർത്ഥ താല്പര്യമില്ല എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൗജന്യങ്ങൾ നൽകി ജനങ്ങളെ പരാശ്രയരാക്കി നിർത്തുന്നതിനേക്കാൾ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സാമ്പത്തിക സ്വയം പര്യാപ്തതയും വിദ്യാഭ്യാസവും സാമൂഹിക സമത്വവും ഒക്കെയാണ് നൽകേണ്ടത് തന്നെ. എന്തായാലും അതൊക്കെയാണ് ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത്. തങ്ങളുടെ മാന്യതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്ന ഇത്തരം സൗജന്യങ്ങളല്ല, മറിച്ച് തങ്ങളുടെ അധ്വാനത്തിന് കൃത്യമായ വിലയും യാത്ര ചെയ്യാൻ മാന്യമായ സാഹചര്യങ്ങളുമാണ് സ്ത്രീ സമൂഹം ആഗ്രഹിക്കുന്നത്. ഗതാഗത മന്ത്രി നടത്തിയത് കേവലം ഒരു വാക്കല്ല, മറിച്ച് ജനക്ഷേമ പദ്ധതികളുടെ പേരിൽ ഇവിടുത്തെ ഭരണകൂടം ജനങ്ങളോട് പുലർത്തുന്ന പുച്ഛത്തിന്റെ നേർചിത്രമാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കൊട്ടിഘോഷിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയ ശേഷം ജനങ്ങളുടെ മാന്യതയ്ക്ക് മേൽ ചെളിവാരി എറിയുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ രാഷ്ട്രീയപരമായ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്.